ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുതിരവണ്ടിയിലെ യാത്ര തുടങ്ങുകയാണ്. ഇന്നത്തെ ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലൊരു പട്ടി ചത്ത് കിടന്നു. എന്നത്തെയും പോലെ ക്ലിനിക്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു, പേഷ്യൻസ് ഉണ്ടായിരുന്നു. രാവിലത്തേക്കാളും കൂടുതൽ ഒരു രാത്രിയാണ് പേഷ്യൻസ് കൂടുതലായിട്ട് വരാറുള്ളത്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 9 to 5 ആണ്. 9 മണി തൊട്ട് 5 മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി. പിന്നെ ക്ലിനിക്കിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോൾ നല്ല ക്ഷീണിക്കും. അപ്പം ഞാനൊരു ഷാർജ മേടിച്ചും കുടിച്ചു. നല്ല ക്ഷീണിച്ചാണ് വന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ മുഖത്തിൻ്റെ കോലമൊക്കെ. ഇന്ന് ഞാൻ 2 റെസിപ്പിയുടെ വീഡിയോ ഇടുന്നുണ്ട്. ഒന്ന്, കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഡ്രീം കേക്ക് ഉണ്ടാക്കാമെന്നും, രണ്ടാമത്തത് ഒരു അടിപൊളി മാംഗോ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഒരു പഴുത്ത മാങ്ങ പൂളിയത്, പിന്നെ കസ്കസ്, പിന്നെ പഞ്ചസാരയും. ഇത്രയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിന്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറെടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന പൂളി വെച്ചിരുന്ന ആ പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കുക. ഞാനിവിടെ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. പിന്നെ നമ്മൾ കസ്കസ് നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നു, വെള്ളത്തിൽ കുതിർത്ത് നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നു. ആ കസ്കസും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അടിച്ചെടുക്കണം. ആ കസ്കസ് എല്ലാം ഇതിൽ കിടന്ന് അടിയണം. അപ്പം ആ രീതി വേണം അടിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ അടിപൊളി മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാംഗോ ജ്യൂസ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പം ഇവിടെ ഈ ഒരു ജ്യൂസ് ഇവിടെ ഉമ്മിക്കും അനിയത്തിക്കും അനിയനുമൊക്കെ ഇഷ്ടമാണ്. ഞാനിങ്ങനെ വല്ലപ്പോഴുമൊക്കെ മാങ്ങ ഇങ്ങനെ അടർന്ന് വീഴുന്ന സമയത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ റെസിപ്പി, സൂപ്പർ മാംഗോ ജ്യൂസ്. അപ്പം ഈ ഒരു മാംഗോ ജ്യൂസ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത റെസിപ്പി നമുക്ക് പരിചയപ്പെടാം. അപ്പം അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് 3 ഓറിയോ ബിസ്ക്കറ്റാണ് വേണ്ടത്. പിന്നെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം, പിന്നെ ഡയറി മിൽക്ക്, മിൽക്കി ബാർ, പിന്നെ ബൂസ്റ്റ്. അപ്പോൾ ഇത്രയാണ്. ഫസ്റ്റ് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 11 ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം അതിലോട്ട് 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പം ഇത്രയും വലിയ പാത്രം ആവശ്യമില്ല. ഇത് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ടിന്നാണ്, അതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തതേ ഉള്ളൂ. അപ്പം ഇത്രയും വലിയ പാത്രത്തിൻ്റെ ആവശ്യമില്ല, നമ്മളൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഫസ്റ്റത്തെ ലെയറാണിത്. അപ്പം ഫസ്റ്റത്തെ ലെയറിൽ നമ്മൾ അതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം, അതുകൊണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റായിട്ട് നമുക്ക് സെക്കൻഡ് ലെയറാണ് തയ്യാറാക്കിയെടുക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് ബാലൻസ് വന്ന ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പം അതിന് മുമ്പായിട്ടൊരു കടായി എടുത്ത് അതിനകത്ത് 1/4 കപ്പോളം പാലൊഴിച്ചതിന് ശേഷം ഈ ഒരു പൊടിച്ച ബിസ്ക്കറ്റ് അതിനകത്ത് ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പാച്ചിലയോ സ്പൂണോ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം അടി പിടിക്കരുത്, അടി പിടിക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കുക. അപ്പം ഒരു ചോക്ലേറ്റ് രൂപത്തിലാവും. അപ്പം നല്ല തിക്കായിട്ട് ചോക്ലേറ്റ് രൂപത്തിലാവും. അപ്പം ഇതുപോലെ നല്ല തിക്കായിട്ട് വരുമ്പം നല്ല തിക്കായിട്ട് വരും. അപ്പം നന്നായിട്ടൊന്ന്
ഇളക്കിയെടുക്കണം. നല്ല തിക്കായിട്ട് വരണം. അപ്പം ഇതാണ് നമ്മൾ സെക്കൻഡ് ലെയർ. ഫസ്റ്റ് ലെയർ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ തിക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പം ഒരു ബ്രൗണിഷ് ചോക്ലേറ്റ് കളർ വരും. അപ്പം അതുവരെ നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. അപ്പം അടി പിടിക്കരുത്. അടി പിടിച്ചാൽ കരിഞ്ഞു പോവും. അങ്ങനെ നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഇവിടെ റെഡി. ഇനി ടോപ്പിലൊന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മളുടെ ഡയറി മിൽക്കും മിൽക്കി ബാറും കൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തു. പിന്നെ അതിന് ശേഷം കുറച്ച് പാലെടുത്തതിന് ശേഷം 1 കപ്പോളം പാലെടുത്ത് അതിനകത്ത് ആവശ്യത്തിന് മധുരവും ചേർത്ത് കലക്കി. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേക്കിൻ്റെ പുറത്ത് ഇങ്ങനെ ഒഴിക്കാനാണ്. അപ്പം കേക്കിൻ്റെ പുറത്ത് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കിടക്കുവാണെങ്കിൽ പാല് ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുത്താൽ മതി. അത് താനെ അങ്ങ് കുതിർന്ന് പോയിക്കോളും. അപ്പം നമ്മളുടെ ഫസ്റ്റ് ലെയറിലോട്ട് സ്പോഞ്ചിലോട്ട് നമ്മൾ സെക്കൻഡ് ലെയർ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് എല്ലായിടവും സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സെക്കൻഡ് തയ്യാറാക്കി വെച്ചില്ലേ ബാക്കി ഓറിയോ ബിസ്ക്കറ്റും പിന്നെ പാലും കൂടി ചേർത്ത് തയ്യാറാക്കിയ ആ ഒരു മിശ്രിതമാണ് ഇതുപോലെ ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് നമുക്ക് ടോപ്പിൽ നമ്മുടെ മിൽക്കി ബാറും ഡയറി മിൽക്കും തമ്മിലുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കും. ഇതാണ് ഇപ്പോൾ നമ്മുടെ അടിപൊളി ഡ്രീം കേക്കാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടമാവും. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റ് അടിപൊളിയാണ്. നമ്മൾ ഒറിജിനലി ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രീം കേക്കിന്. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കണം. അപ്പോൾ അതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. എന്നാലേ നല്ലൊരു ടേസ്റ്റ് തോന്നുള്ളൂ. ഇല്ലെങ്കിലും ടേസ്റ്റാണ് ഇതിന്. അപ്പം 1 മണിക്കൂർ സെറ്റാക്കി വെച്ചിരുന്നാൽ നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഈ ഒരു ഡ്രീം കേക്ക് നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.